ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എക്സൽ വിത്ത് ആഷിഫിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ വിൻഡോസ് പി സിയിൽ നമ്മൾ ഡിസ്കിനെ എങ്ങനെ നമുക്ക് ലോക്ക് ചെയ്യാമെന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ ഒരുപാട് എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസ് കാര്യങ്ങളെല്ലാം സോഫ്റ്റ്വെയർസ് എല്ലാം അവൈലബിൾ ആണ് ഓൾറെഡി വിൻഡോസിൽ. അപ്പോൾ വിൻഡോസിൻ്റെതായ, അതായത് മൈക്രോസോഫ്റ്റിൻ്റെ തന്നെ വിൻഡോസിൽ ഇൻബിൽഡ് ആയിട്ട് വരുന്ന ലോക്കിംഗ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ ഡ്രൈവ് ലോക്ക് ചെയ്യാമെന്നാണ് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്നത് ബിറ്റ് ലോക്കർ ആണ്. അപ്പോൾ നിങ്ങളെ പി സിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ മൈ പി സി ഓപ്പൺ ചെയ്യുക. മൈ പി സിയിൽ പോയി കഴിഞ്ഞാൽ നമ്മളിവിടെ പാർട്ടീഷൻസ് കാണിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻബിൽഡ് ആയിട്ടുള്ള ഡിസ്കിനും ലോക്ക് ചെയ്യാം. എക്സ്റ്റേണലി നമ്മൾ പെൻഡ്രൈവോ അതേപോലെ തന്നെ മെമ്മറി കാർഡോ അങ്ങനെ ഏതെങ്കിലും എക്സ്റ്റേണൽ ഡിസ്ക് ഇടുന്നുണ്ടെങ്കിലും നമുക്ക് അതിന് ലോക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെ നമുക്ക് ലോക്ക് ഇനേബിൾ ചെയ്യുന്നത് നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മൾ എന്തിനാണ് ലോക്ക് ഇടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡാറ്റാസ് സെക്യൂർഡ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോക്ക് യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ വിൻഡോസിൻ്റെ ലോക്കും കാര്യങ്ങളെല്ലാം ഇപ്പോൾ നമ്മളൊരു വിൻഡോസ് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം ബ്രേക്ക് ചെയ്യാൻ വളരെ പെട്ടെന്നാകും. അതല്ലെങ്കിൽ നമ്മൾ ആ ഡിസ്ക് റിമൂവ് ചെയ്തിട്ട് വേറൊരു പി സിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിലത്തെ ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റും. നമ്മൾ പി സി എത്ര വലിയ ലോക്ക് ഇട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ഹാർഡ് ഡിസ്ക് ഒരു വേറെ പി സിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിലത്തെ ഡാറ്റ നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ ഹാക്കേഴ്സിന്ന് നമ്മൾ ഡാറ്റ കുറച്ചും കൂടി സേഫ് ആക്കി വെക്കാനും കൂടിയിട്ടാണ് ബിറ്റ് ലോക്കർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഇതിലൂടെ നടക്കും. അതായത് നമ്മളെ സിസ്റ്റം ഇപ്പം ബിറ്റ് ലോക്കർ യൂസ് ചെയ്ത് ലോക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഡിസ്ക് ലോക്ക് ആകും. ഇപ്പം നമ്മൾ മെമ്മറി കാർഡിൽ മുമ്പ് പാസ്വേഡ് ഇടല്ലേ, അത് ഒരു ഫീച്ചർ ആ ഒരു ബിറ്റ് ലോക്കർ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ ഡിസ്ക് ആർക്കും ആക്സസ് ചെയ്യാൻ പറ്റില്ല. നമ്മളെ പി സിയിലും ആക്സസ് ചെയ്യാൻ പറ്റില്ല, വേറൊരു പി സിയിൽ ഇട്ട് കഴിഞ്ഞാലും ആക്സസ് ചെയ്യാൻ പറ്റില്ല. ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെക്യൂരിറ്റി കോഡ് എൻ്റർ ചെയ്ത് കൊടുത്താൽ മാത്രമേ ആ ഒരു ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റൂ. അതുപോലെ തന്നെ പിന്നൊരു വളരെ പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത് നമ്മളെ ഡാറ്റ എൻക്രിപ്റ്റഡ് ആയിരിക്കും. അതായത് നമ്മുടെ ഡാറ്റ ഹൈലി എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അതായത് വേറെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഡാറ്റ ആക്സസ് ചെയ്യാൻ ശ്രമിച്ചാലും നമ്മളെ ഡാറ്റ എൻക്രിപ്റ്റഡ് ആയിരിക്കും. അപ്പോൾ ആ ഡാറ്റ അവർക്കത് വ്യൂ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ഇമേജ് ഉണ്ടെങ്കിൽ ആ ഒരു ഇമേജ് എൻക്രിപ്റ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ ഒരു ഡ്രൈവിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്. അപ്പോൾ ഡിക്രിപ്ഷൻ കീ കൊടുത്തു കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ ഡിക്രിപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഡീക്രിപ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഒരു പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മളെ ഡാറ്റ ഡീക്രിപ്റ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഉത്തരം എന്ന് വെച്ചാൽ നമ്മൾ ഡാറ്റ ഒരാൾ ഹാക്ക് ചെയ്തിട്ട് ആക്സസ് ചെയ്യാൻ ശ്രമിച്ചാലും അവർക്ക് ഡിഫിക്കൽട്ടായിരിക്കും നമ്മളെ ഡാറ്റ ഡീക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ചെറിയൊരു ടൈമിലായിരിക്കും ഹാക്കിങ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ എൻക്രിപ്റ്റ് ചെയ്ത ഡാറ്റയിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും കുറഞ്ഞൊരു ടൈം കൊണ്ട് നമ്മുടെ ഡാറ്റ ഒരിക്കലും ഡീക്രിപ്റ്റ് ചെയ്തിട്ട് നമുക്കത് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും നമ്മളെ ഡിസ്ക് സേഫ് ആയിട്ടിരിക്കാനായിട്ട് നമ്മൾ എപ്പോഴും ലോക്ക് കാര്യങ്ങൾ യൂസ് ചെയ്യാം. ഓക്കെ, പി സി ലോക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പി സി ലോക്ക് ഇടാം. അതുപോലെ തന്നെ ഡ്രൈവിനും പറ്റുമെങ്കിൽ ലോക്ക് ഇട്ട് വെക്കാം. ഡ്രൈവ് ലോക്ക് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വിൻഡോസ് പ്രോ വേർഷൻസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലാണ് ബിറ്റ് ലോക്കർ കാര്യങ്ങൾ അവൈലബിൾ ആയിരിക്കുക. അപ്പോൾ നിങ്ങളെ വേർഷൻ ഏതാണ്, പി സി വേർഷൻ ഏതാണെന്നുള്ളത് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. 10 Pro 11 Pro എല്ലാം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിറ്റ് ലോക്കർ ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പറ്റും. വേർഷൻ ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ സെർച്ച് ബാറിൽ ജസ്റ്റ് എബൌട്ട് പി സി എന്നുള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. എബൌട്ട് പി സി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ നമ്മുടെ വേർഷൻസ് കാണിക്കും. ഇവിടെ വിൻഡോസ് 11 Pro ആണ്. ഇവിടെ 10 Pro ആണെങ്കിലും അതിൽ ബിറ്റ് ലോക്കർ വർക്ക് ചെയ്യും. ഹോം എഡിഷൻ ആണെന്നുണ്ടെങ്കിൽ ഇത് വർക്ക് ചെയ്യില്ല. ഹോം എഡിഷനിൽ ബിറ്റ് ലോക്കർ ഫംഗ്ഷൻ ഇല്ല കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ പ്രോയിലേക്ക് ഏതെങ്കിലും അപ്ഗ്രേഡ് ചെയ്തിട്ട് അതിനുശേഷം ട്രൈ ചെയ്താൽ മതി. അപ്പോൾ എങ്ങനെയാണ് ലോക്ക് ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് നോക്കാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഏത് ഡിസ്ക് ആണോ നിങ്ങൾക്ക് ലോക്ക് ചെയ്യേണ്ടത് അത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ടേൺ ഓൺ ബിറ്റ് ലോക്കർ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഈ ഒരു വിൻഡോ ആണ് ഓപ്പൺ ചെയ്ത് വരിക. ഇവിടെ നമുക്ക് പാസ് കീ കൊടുക്കാം. പാസ്വേഡ് ഇട്ടിട്ട്, നമ്മൾ പാസ്വേഡ് ഇടാണ്ട് ലോക്ക് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. പാസ്വേഡ് ഇട്ടിട്ട് നമുക്ക് ലോക്ക് ചെയ്യാം. പാസ്വേഡ് ഇട്ട് കഴിഞ്ഞാൽ യൂസ് മൈ സ്മാർട്ട് കാർഡ് ടു അൺലോക്ക് ദ ഡ്രൈവ്. ഇത് ആവശ്യമില്ല. നമ്മൾ വലിയ മൾട്ടിനാഷണൽ കമ്പനിയിലാകുമ്പോഴാണ് നമ്മൾക്ക് കാർഡ് കാര്യങ്ങളെല്ലാം യൂസ് ചെയ്തിട്ട് അൺലോക്ക് ചെയ്യേണ്ട ആവശ്യം വരാം. നമ്മൾ നോർമലായിട്ട് പാസ്വേഡ് ഇട്ട് ലോക്ക് ചെയ്യണു. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ
ഇൻ കേസ് നമ്മൾ ഈ പാസ്വേഡ് മറന്നു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ പാസ്വേഡ് മനുഷ്യനല്ലേ, ഇപ്പം ആണെങ്കിൽ ചിലപ്പോൾ മറക്കാം, ചിലപ്പോൾ അത് ഓർമ്മയില്ലാതിരിക്കാം, അങ്ങനത്തെ സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ ഇതിനൊരു റിക്കവറി കീ നമ്മൾ ജനറേറ്റ് ചെയ്ത് വെക്കണം. അഥവാ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു റിക്കവറി കീ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇല്ലെങ്കിൽ അടിച്ചുകൊണ്ട് നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പൊ ആ റിക്കവറി കീ നിങ്ങൾ എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. ഒന്നെങ്കിൽ നമ്മൾ മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ സേവ് ചെയ്യാം, അതല്ലെങ്കിൽ ഒരു USB സേവ് ചെയ്യാം, ഫ്ലാഷ് ഡ്രൈവ് ആയിട്ട് സേവ് ചെയ്യാം, അതല്ലെങ്കിൽ ഒരു ഫയലായിട്ട് സേവ് ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രിന്റ് എടുത്തിട്ട് സേവ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇവിടെ ചൂസ് ചെയ്യുന്നത് ഒരു ഫയലായിട്ട് സേവ് ചെയ്യാനാണ്. നമ്മൾ വാട്സപ്പിൽ ഏതിലെങ്കിലും ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ സേഫ് ആയിട്ട് ഉണ്ടാവും. അപ്പോൾ സേവ് ടു ഫയൽ കൊടുക്കുന്നു. അപ്പോൾ എവിടെയാണ് ഇത് സേവ് ചെയ്യേണ്ടത് ചോദിക്കുന്നുണ്ട്. ഞാൻ തൽക്കാലം ഡൗൺലോഡ്സിൽ സേവ് ചെയ്യുന്നു. ഇവിടെ ഇങ്ങൊന്ന് ശ്രദ്ധിക്കുക, നിങ്ങൾ ഏത് ഡ്രൈവാണോ ലോക്ക് ചെയ്യുന്നത് അതിൻ്റെ ഉള്ളിൽ തന്നെ കൊണ്ടുപോയി സേവ് ചെയ്യാതിരിക്കുക. കാരണം അതിൻ്റെ ഉള്ളിൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോക്കിനെയൊക്കെ മറന്നുപോയി കഴിഞ്ഞാൽ അത് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് വേറൊരു ലൊക്കേഷനിൽ സേവ് ചെയ്യുക, അതല്ലെങ്കിൽ വാട്സപ്പിലോ നിങ്ങൾ എവിടെയെങ്കിലും പെൻഡ്രൈവിലാ മറ്റേ ഇത് എടുത്തു വെക്കാം. ഇപ്പോൾ ഡൗൺലോഡ്സിൽ സേവ് ചെയ്യുന്നു. അപ്പോൾ ഡൗൺലോഡ്സിൽ റിക്കവറി കീ സേവ് ആയിട്ടുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ എൻക്രിപ്ഷൻ ടൈപ്പ് ചോദിക്കുന്നുണ്ട്. ഇതിൽ നിങ്ങൾ ഇപ്പം പുതിയ PC ആണെങ്കിലും പുതിയ ഡ്രൈവ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതായത് ഇനി മുതൽ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന ഡാറ്റാസും സേവ് ചെയ്യുന്ന ഡാറ്റാസ് എല്ലാം ഓട്ടോമാറ്റിക്കലി എൻക്രിപ്റ്റ് ആയിക്കോളും. അതെല്ലാം നിങ്ങൾ ഓൾറെഡി യൂസ് ചെയ്യുന്ന ഡ്രൈവ് ആണെങ്കിൽ ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അതേപോലെ തന്നെ ഇവിടെ എൻക്രിപ്ഷൻ ടൈപ്പ് ചോദിക്കുന്നുണ്ട്. ന്യൂ എൻക്രിപ്ഷൻ മോഡ് ആണോ അതല്ല കോമ്പാറ്റബിൾ മോഡ് ആണോ എന്ന് ഇവിടെ ഇതിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ റിമൂവൽ ഡിവൈസ് ആണെന്ന്, അതായത് പെൻഡ്രൈവ് കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിൽ കോമ്പാറ്റബിൾ കൊടുക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. കാരണം മൾട്ടിപ്പിൾ വിൻഡോസ് വേർഷനിൽ നിങ്ങളത് ചിലപ്പം ഇൻസേർട്ട് ചെയ്യും. അപ്പോൾ അതിൽ സപ്പോർട്ട് ആവുന്നില്ലെങ്കിൽ, അത് ഈ ബിറ്റ് ലോക്കർ സപ്പോർട്ട് ആവുന്നില്ലെങ്കിൽ പ്രോബ്ലം വരുന്നത് കൊണ്ടാണ് കോമ്പാറ്റബിൾ കൊടുക്കാൻ പറയുന്നത്. അതല്ല നോൺ റിമൂവബിൾ ആണ്, നമ്മൾ ഓൾറെഡി കമ്പ്യൂട്ടറിന്റെ ഉള്ളിലുള്ള ഡിസ്ക് ആണെന്നുണ്ടെങ്കിൽ ഈ ന്യൂ എൻക്രിപ്ഷൻ മോഡ് കൊടുത്താൽ മതി. നെക്സ്റ്റ് കൊടുക്കാം, സ്റ്റാർട്ട് എൻക്രിപ്ഷൻ കൊടുക്കാം. അപ്പോൾ ഇതേപോലെ എൻക്രിപ്ഷൻ സ്റ്റാർട്ട് ആകും. ഈ എൻക്രിപ്ഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ടൈം വരുന്നത് നിങ്ങളെ ഡാറ്റ അനുസരിച്ചാണ്. നിങ്ങളെ ആ ഒരു ഡ്രൈവിൽ എത്രത്തോളം ഡാറ്റ ഉണ്ടോ അത്രത്തോളം ടൈം എടുക്കും. കൂടുതൽ ഡാറ്റ ഉണ്ടെങ്കിൽ കൂടുതൽ ടൈം എടുക്കും, കുറച്ച് ഡാറ്റ ആണെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമുക്കിത് കംപ്ലീറ്റ് ആകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും നമ്മളിവിടെ ഒരു ലോക്കിന്റെ ഐക്കൺ വന്നിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, ഇത് ലോക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ, എൻക്രിപ്ഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇതിൽ ഓപ്പൺ ആയിരിക്കും. നമ്മൾ PC റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് ടേൺ ഓഫ് ചെയ്തിട്ട് വീണ്ടും ഓൺ ആക്കുന്ന സമയത്ത് നമ്മളോട് പാസ്വേഡ് ചോദിക്കും. അപ്പോൾ പാസ്വേഡ് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ അത് ഓപ്പൺ ആയിട്ടിരിക്കും. അങ്ങനെ നിങ്ങൾ ഈ ഒരു ഡിവൈസ് ഒന്ന് ഊരിയിട്ട് അത് വേറെ ഡിവൈസിൽ ഇട്ട് കഴിഞ്ഞാലും പാസ്വേഡ് ചോദിക്കും. ഓക്കെ, അങ്ങനെയാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് ഓട്ടോമാറ്റിക്കലി ഈ ഡിവൈസിൽ അൺലോക്ക് ചെയ്യേണ്ട മെത്തേഡിൽ നമുക്ക് ചെയ്യാട്ടോ. ഈ ഡിവൈസിൽ ഇട്ട് കഴിഞ്ഞാൽ ലോക്ക് ചോദിക്കില്ല, വേറൊരു ഡിവൈസിലേക്ക് ഇടുന്ന സമയത്ത് ലോക്ക് ചോദിക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ലോക്ക് കാര്യങ്ങൾ ചെക്ക് ചെയ്യാം. കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളെ എൻക്രിപ്ഷൻ, നമ്മളെ ഡാറ്റ കുറവായി ആയതുകൊണ്ട് പെട്ടെന്ന് എൻക്രിപ്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ ക്ലോസ് ചെയ്യുന്നു. ഇപ്പം ഇവിടെ അൺലോക്ക് ആയിട്ടാണ് ഉള്ളത്, നമുക്കിത് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് PC ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം അൺലോക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് കേട്ടോ. നമ്മൾ റീസ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റീസ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഡിസ്ക് ലോക്കായിട്ട് കാണുന്നുണ്ട്. ഇപ്പം ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവിടെ ബിറ്റ് ലോക്കർ പാസ്വേഡ് ചോദിക്കും. അപ്പം നമുക്ക് പാസ്വേഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് അൺലോക്ക് ചെയ്യാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ അൺലോക്ക് ആകും. അതല്ല പാസ്വേഡ് മറന്നു പോയിട്ടുണ്ട്, ഇപ്പം നമ്മൾ പാസ്വേഡ് റോങ് ആയിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ പാസ്വേഡ് ഇൻകറക്റ്റ് കാണിക്കും. ഓക്കെ, അപ്പൊ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓപ്ഷൻസിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ റിക്കവറി കീ എന്ന് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഇത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്തു വെച്ച റിക്കവറി കീ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്തു വെച്ച റിക്കവറി കീ എന്നൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം.
ഇതാണ് നമ്മൾ നേരത്തെ എടുത്തു വെച്ച റിക്കവറി കീ. ഇത് നോട്ട് പാഡിലാണ് ഉള്ളത്. ജസ്റ്റ് ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആകും. ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ കാണിക്കും. ഓക്കെ, ഇതിൽ നമ്മുടെ ഐഡന്റിഫയർ നമ്പർ ഉണ്ടാകും. അതായത് ഇവിടെ ഒരു നമ്പർ കാണിക്കും. ഇപ്പോൾ ഇവിടെ റിക്കവറി നമ്മളിപ്പോൾ മൾട്ടിപ്പിൾ ഡ്രൈവ് ആണ് നമ്മൾ സിസ്റ്റത്തിൽ ഇല്ലെങ്കിൽ ഇപ്പൊ ABCL ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ഏത് റിക്കവറി കീ ആണ് ഈ ഡിവൈസ് ഈ ഒരു ഡ്രൈവിന്റെ എന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അതിനൊരു ഐഡന്റിഫിക്കേഷൻ നമ്പർ ഉണ്ടാവും. അപ്പൊ ഇവിടെ റിക്കവറി കീ കൊടുക്കുമ്പോൾ ഇവിടെ കാണിക്കും EAQC73A7. അപ്പൊ നമ്മൾ ഈ നോട്ട് പാഡ് തുറന്നു കഴിയുമ്പോൾ ഇവിടെ നമുക്ക് അതേപോലെ കാണിക്കും EA0C73A7. അപ്പൊ ഇതാണ് ഇതിന്റെ റിക്കവറി കീ വരുന്നത്. അപ്പൊ ഈ ഒരു ഡ്രൈവിന്റെ റിക്കവറി കീ ഇതാണ് കാണുന്നത്. അപ്പൊ ഈ ഒരു കീ കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇത് ഓപ്പൺ ആകും. ഈ ഒരു റിക്കവറിയിൽ കൊടുത്താൽ ഓപ്പൺ ആവും. അതല്ലെങ്കിൽ നമ്മുടെ പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നു, അൺലോക്ക് ക്ലിക്ക് ചെയ്യുന്നു. നമ്മളിവിടെ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് അൺലോക്ക് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇത് അൺലോക്കായി വന്നിട്ട് കാണാം. ഇത് വൺസ് അൺലോക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ റീസ്റ്റാർട്ട് ചെയ്യുന്നത് വരെ ഇനി ലോക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇങ്ങനെയാണ് BitLocker ഇനേബിൾ ചെയ്യുന്നത്. കൂടുതൽ ഏതെങ്കിലും സെക്ഷൻ്റെ വീഡിയോസ് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ ആ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ നമുക്കിത് ഓഫ് ചെയ്യണമെങ്കിൽ BitLocker ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇതേപോലെ തന്നെ മാനേജ് BitLocker അടിക്കുക. BitLocker അടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്ക്രീനിലേക്ക് പോകും, സെറ്റിംഗ്സിലേക്ക് പോകും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ടേൺ ഓഫ് BitLocker എന്നുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ടേൺ ഓഫ് BitLocker കൊടുത്തു കഴിഞ്ഞാൽ മതി BitLocker ഓഫ് ആകുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റു ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇറ്റ്സ് മീ ആഷിഫ് സൈനിങ് ഔട്ട്.